ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് അരിത്തമെറ്റിക് പ്രൊഫഷൻ എന്ന ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് mth ടേം ഓഫ് എ പി ഈസ് 1/n ആൻഡ് nth ടേം ഈസ് 1/m, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് mn ടേംസ്. അതായത് സം ഓഫ് ഫസ്റ്റ് mn ടേംസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് mth ടേം എന്ന് പറഞ്ഞാൽ am ഈക്വൽ ടു 1/n എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ nth ടേം എന്ന് പറയുന്നത് 1/m എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് mn ടേംസ് ആണ്. അപ്പോൾ സം ഓഫ് mn ടേംസ് കാണണമെങ്കിൽ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് എന്താണ്, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയും അറിയില്ല ഡിയും അറിയില്ല. എയും ഡിയും അറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, mnth ടേം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി തന്നിട്ടുള്ള കണ്ടീഷൻസ് ആണ് mth ടേം എന്ന് പറയുന്നത് 1/n ഉം nth ടേം എന്ന് പറയുന്നത് 1/m ഉം. അപ്പോൾ mth ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം, a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 1/n. അതുപോലെ nth ടേമിന് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 1/m. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്തിട്ട് എയും ഡിയും കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ എന്തായി, എ എലിമിനേറ്റ് ആയി, m മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 1/n മൈനസ് 1/m. ഇനി ഇതിൽ ഡി കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഡി കോമൺ ആയിട്ട് വെച്ചിട്ട് m മൈനസ് 1 ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മൈനസ് n മൈനസ് 1ഉം മൈനസും പ്ലസ് 1 ആയി ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ LCM എടുക്കുക, mn ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, m മൈനസ് n ബൈ mn. ഇവിടെ 1ഉം 1ഉം ക്യാൻസൽ ആവും, d ഇൻറ്റു m മൈനസ് n ഈക്വൽ ടു m മൈനസ് n ബൈ mn. അപ്പോൾ m മൈനസ് n ക്യാൻസലായി, d എന്തെന്ന് കിട്ടി നമുക്ക്, 1/mn എന്ന് കിട്ടി. d 1/mn. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ കൊടുക്കുമ്പോൾ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 1/mn ഈക്വൽ ടു 1/n. അപ്പോൾ നമുക്ക് a ആണ് കാണുന്നത്, 1/n ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്, അതായത് മൈനസ് m പ്ലസ് 1 ആയി. പ്ലസ് m ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് m, മൈനസ് 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 1 ഡിവൈഡ് ബൈ mn. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ ഇതിന് n മാത്രമേ ഉള്ളൂ, ഇവിടെ mn ഉണ്ട്. അപ്പോൾ നമുക്ക് LCM mn. ഇവിടെ എന്ത് ചെയ്യണം, m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, m മൈനസ് m പ്ലസ് 1. അപ്പോൾ m ക്യാൻസൽ ആയിട്ട് 1/mn കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എയും ഡിയും സെയിം വാല്യൂ ആണ് കിട്ടുക. ഡി എന്ന് പറയുന്നത് 1/mn, എയും 1/mn ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് SMN ഈക്വൽ ടു mn/2 ഇൻറ്റു 2a എന്ന് പറയുന്നത് 1/mn പ്ലസ് mn മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 1/mn. ഇങ്ങനെ എഴുതുക, SMN എന്ന് പറയുന്നത് mn/2, അതായത് n/2 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. 2a എന്ന് പറയുന്നത് 1/mn, n എന്ന് പറയുന്നത് mn മൈനസ് 1 ഇൻറ്റു 1/mn. അപ്പോൾ mn/2 ഇൻറ്റു 2/mn പ്ലസ് mn മൈനസ് 1/mn. അപ്പോൾ ഇവിടെ എന്തായി, 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആയി. mn/2 ഇൻറ്റു 1 പ്ലസ് mn ബൈ mn വരും, ഫുള്ളായിട്ടുള്ള mn. ഈ mn ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 1/2 ഇൻറ്റു 1 പ്ലസ് mn എന്ന് കിട്ടും. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ 2 മൈനസ് 1 ആയാൽ എന്തായി, 2 1 പോയാൽ 1 പ്ലസ് mn ഡിവൈഡ് ബൈ mn. അപ്പോൾ ഈ mനും ഈ ഡിനോമിനേറ്ററിലുള്ള mനും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1/2 ഇൻറ്റു 1 പ്ലസ് mn എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് n ടേംസ്. അതായത് 4 മൈനസ് 1/n പ്ലസ് 4 മൈനസ് 2/n പ്ലസ് 4 മൈനസ് 3/n ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു APയുടെ സം ഓഫ് n ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് 4 മൈനസ്, എല്ലാത്തിലും 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം തന്നെ എന്ത് ചെയ്യുക, 4 പ്ലസ് 4, ഈ ഒരു AP ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് n വരെ. അതുപോലെ ഇവിടെ അടുത്തതാണെങ്കിൽ മൈനസ് 1/n മൈനസ് 2/n മൈനസ് 3/n അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മൈനസ് 1/n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് മൈനസ് 1/n മൈനസ് 2/n
-3/n ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ -1/n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ -1/n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1 ആണ് ഉണ്ടാവുക, പ്ലസ് അതുപോലെ ഇവിടെ 2 ആണ് ഉണ്ടാവുക, ഇവിടെ 3. ഇതിങ്ങനെ പോകും ഈ AP. അപ്പോൾ ഇതിൻ്റെ സമ്മവും കണ്ടുപിടിക്കുക, ഇതിൻ്റെ സമ്മവും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. SN എന്ന് പറയുന്നത് നമുക്കറിയാം, SN = n/2 × 2a + n - 1 × d. ഇവിടെയാണെങ്കിൽ നമുക്ക് n/2 × 2a എന്ന് പറയുന്നത് 4 പ്ലസ് n - 1 × d എന്ന് പറയുന്നത് 0 ആണ്. കാരണം കോമൺ ഡിഫറൻസ് 4 - 4 എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് 1/n × ഇവിടെ n/2 × ഇനി സം ഓഫ് n ടേംസിൻ്റെ ഫോർമുല കൊടുക്കുക. n/2 × 2a എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് n - 1 × d എന്ന് പറയുന്നത് ഇവിടെ 2 - 1 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ ഈ ടേം 0 ആയിപ്പോയി. ഇവിടെ n/2 × 2 × 4 വന്നു. അപ്പോൾ 2 ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും? 4n കിട്ടും. ഇവിടെ 1/n ഈ n/2 n/2 × ഇവിടെയാണെങ്കിൽ 2 + n - 1 ഇങ്ങനെ. ഈ n ക്യാൻസലായി. ഇവിടെ 4n മൈനസ് ഇവിടെ 1/2 × ഇവിടെയാണെങ്കിൽ n + 1, അതായത് 2 - 1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ n + 1. ഇനി നമുക്ക് LCM എടുക്കാം. ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8n - n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, -1 / 2. അപ്പോൾ 8n - n എന്ന് പറഞ്ഞാൽ 7n. 7n - 1/2. അതാണ് അതിൻ്റെ ആൻസർ. രണ്ടെണ്ണം സെപ്പറേറ്റ് ആക്കിയിട്ട് കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ. ഇതൊരു AP, ഇതൊരു AP. ഒരു SN ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, the sum of first n terms of an AP is given by SN = 3n² - 4n. Determine the AP and the 12th term. അപ്പോൾ AP എന്താണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ 12th ടേമും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് SN = 3n² - 4n. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? S1 = 3 × 1² - 4 × 1, അതായത് 3 - 4 that is equal to -1. ഇനി എന്ത് ചെയ്യുക? n-ന് 2 കൊടുക്കുക. n-ന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? S2. S2 എന്ന് പറയുന്നത് 3 × 2² - 4 × 2. അപ്പോൾ 4 × 3 12. 12 - 8 4 എന്ന് കിട്ടി. അപ്പോൾ ഇത് S2 ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ AP A1 A2 A3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ APയിലെ സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ S1 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ S1 എന്ന് പറയുന്നത് A1 തന്നെ. ഇനി സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? S2 എന്ന് പറയുന്നത് എന്താണ്? A1 + A2. S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 + A2 + A3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സം ഓഫ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, സം ഓഫ് ഫസ്റ്റ് 3 ടേംസിൻ്റെ. അപ്പോൾ നമുക്ക് A2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അതായത് ഫസ്റ്റ് ടേം നമുക്ക് എന്താണെന്ന് കിട്ടി? AP ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം കിട്ടി. സെക്കൻഡ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? S2 - S1 ചെയ്യാം. അതായത് A2 എന്ന് പറയുന്നത് S2 - S1 ആണ്. അപ്പോൾ S2 എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 4 - S1 എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. അപ്പോൾ 4 + 1 = 5. അപ്പോൾ നമ്മളെ AP ഇവിടെ 2 ടേം കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് AP എഴുതാൻ പറ്റും. അതായത് കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ A2 - A1. D എന്ന് പറയുന്നത് എന്താണ്? A2 - A1. A2 എന്താ കിട്ടിയിട്ടുള്ളത്? 5 - A1 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 5 - -1 എന്ന് പറഞ്ഞാൽ 5 + 1 എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. D കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ നമുക്ക് AP എഴുതാം. AP എങ്ങനെയായിരിക്കും? അതായത് A1 എന്ന് പറയുന്നത് -1, അടുത്തത് D ആഡ് ചെയ്താൽ കിട്ടുന്നത് -1 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അതുപോലെ സെക്കൻഡ് ടേം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5. അടുത്തത് 5 + 6. 5 + 6 എന്ന് പറഞ്ഞാൽ 11. 11 + 6 ഇങ്ങനെ പോകും നമ്മുടെ AP. അപ്പോൾ ഇതാണ് AP. ഇനി ഇതിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് 12th ടേം ആണ് കാണേണ്ടത്. 12th ടേം കാണാമെന്ന് പറഞ്ഞാൽ A12 = A + 12 - 1 × D എന്ന് പറയുന്നത് 6. അപ്പോൾ -1 + 11 × 6 66 - 1. അപ്പോൾ ഇത് 65. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ
ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.